ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷാഡോ അക്കാഡമി. ഇന്നത്തെ നമ്മുടെ വീഡിയോ 7ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റർ 2 ആണ് നമ്മൾ നോക്കുന്നത്. NCERT ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 28 ഫെബ്രുവരി നാഷണൽ സയൻസ് ഡേ ആയിട്ടാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്. ജസ്റ്റ് അതൊന്ന് ഓർത്തിരിക്കുക, പല എക്സാംസിനും വന്നിട്ടുള്ളൊരു കാര്യമാണ്. 28 ഫെബ്രുവരി നാഷണൽ സയൻസ് ഡേ. ഓക്കെ, ഇനി എന്താണ് ലൈം വാട്ടർ എന്ന് ഇവിടെ പറയുന്നുണ്ട്. ലൈം വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങ വെള്ളം അല്ല, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് തന്നെയാണ് ലൈം വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, കാൽഷ്യം ഓക്സൈഡ് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഇതിനെയാണ് നമ്മൾ ലൈം വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലിറ്റ്മസ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് ലിറ്റ്മസ്? ഒരു സബ്സ്റ്റൻസ് ആസിഡ് ആണോ അതോ ബേസ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ലിറ്റ്മസ്. അപ്പോൾ 2 ടൈപ്പ് ലിറ്റ്മസ് ഉണ്ട്. ഒന്ന് പേപ്പർ ലിറ്റ്മസും ഒന്ന് ലിക്വിഡ് ഫോമിലും നമുക്ക് ആ ലിറ്റ്മസ് അവൈലബിൾ ആണ്. ഓക്കെ, സൊല്യൂഷനായിട്ടും അവൈലബിൾ ആണ്, പേപ്പർ ഫോമിലും അവൈലബിൾ ആണ്. ഇനി എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്? നമ്മളൊരു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എടുത്തിട്ട് അതൊരു ആസിഡിൽ മുക്കിക്കഴിഞ്ഞാൽ അത് റെഡായിട്ട് മാറും. അതേസമയം നമ്മളൊരു റെഡ് ലിറ്റ്മസ് എടുത്ത് അതൊരു ബേസിൽ മുക്കിക്കഴിഞ്ഞാൽ അത് ബ്ലൂ കളറായിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യുന്നത്. ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ എന്നും ലിറ്റ്മസ് പേപ്പറിന് നമ്മൾ പറയാറുണ്ട്. ഇനി ഇവിടെ ലൈക്കനിൽ നിന്നാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ലിറ്റ്മസ്. ഓക്കെ, ലിറ്റ്മസ് ഇസ് എ നാച്ചുറൽ സബ്സ്റ്റൻസ്. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ലിറ്റ്മസ് ഒരു നാച്ചുറൽ സബ്സ്റ്റൻസ് ആണ്. ഇറ്റ് ഇസ് ഒബ്റ്റെയിൻ ഫ്രം ലൈക്കൻസ്. ലൈക്കൻസ് എന്ന് പറഞ്ഞ സംഭവത്തിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. എന്താണ് ലൈക്കൻസ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഈ മരത്തിൽ കാണുന്ന സാധനമാണ് ലൈക്കൻസ്. അത് പറയാം. ലൈക്കൻസ് ആർ ഫോംഡ് ബൈ ദ അസോസിയേഷൻ ഓഫ് 2 ലിവിങ് ഓർഗാനിസംസ്, എ ഫംഗസ് ആൻഡ് എൻ ആൽഗെ. അപ്പോൾ ഒരു ഫംഗസും ആൽഗയും കൂടെ ചേർന്നുണ്ടാവുന്നൊരു ലിവിങ് ഓർഗാനിസമാണ് ലൈക്കൻ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി എന്താണ് ന്യൂട്രൽ സബ്സ്റ്റൻസസ്? ന്യൂട്രൽ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആസിഡിക്കും അല്ല ബേസിക്കും അല്ല, അങ്ങനത്തെ ഐറ്റംസിനെയാണ് നമ്മൾ ന്യൂട്രൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ആസിഡിൻ്റെ ടേസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. സോർ ടേസ്റ്റാണ് ആസിഡിന്. സോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിയാണ് കേട്ടോ. പുളിച്ച ടേസ്റ്റാണ് ആസിഡിന്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ബേക്കിംഗ് സോഡയെ പറ്റി പറയുന്നുണ്ട്. ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ഒരു ബേസിക് സൊല്യൂഷനാണ്. ഓക്കെ, ബേസിക് സൊല്യൂഷൻ എക്സാമ്പിളാണ് ബേക്കിംഗ് സോഡ സൊല്യൂഷൻ. അപ്പോൾ ഇത് നമ്മൾ കയ്യിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊരു സോപ്പിൻ്റെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. സോപ്പ് അല്ലെങ്കിൽ സ്ലിപ്പറി ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബേസിക് സബ്സ്റ്റൻസ് ജനറലി സ്ലിപ്പറി ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ബേസിൻ്റെ ടേസ്റ്റ് ബിറ്ററുമാണ്. ഓക്കെ, ബേസിൻ്റെ ടേസ്റ്റ് ബിറ്റർ, ആസിഡിൻ്റെ ടേസ്റ്റ് സോർ. ഓക്കെ, ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത നമുക്ക് നോക്കാം. ഇവിടെ ഒന്നും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇവിടെ ജസ്റ്റ് കുറച്ച് ഫ്ലവേഴ്സിനെ പറ്റിയും വെജിറ്റബിൾസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. സോ ബേസിക്കലി നമുക്ക് ബീട്രൂട്ട്, ക്യാബേജ്, ടർമറിക്ക്, ഇന്ത്യൻ ബ്ലാക്ക്ബെറി, പിന്നെ റെഡ് ഹിബിസ്കസ്, ചെമ്പരത്തി, ഇതെല്ലാം ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അതിലെ കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് ബേസിക്കലി അത് ഒരു ഇൻഡിക്കേറ്റർ, ആസിഡാണോ ബേസ് ആണോ എന്നൊക്കെ അറിയാനുള്ള ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്നൊരു പ്ലാന്റിനെ പറ്റി പറയുന്നുണ്ട് ഇവിടെ. ഇത് ബേസിക്കലി ഹിമാലയൻ റീജിയൻസിലാണ് കാണപ്പെടുന്നത്. പൊതുവേ കൂളർ ക്ലൈമറ്റ്സിലാണ് ഇത് കാണപ്പെടുന്നത്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലാണ് കാണപ്പെടുന്നത്. ഇവിടെ കണ്ടല്ലോ, പല ടൈപ്പ് കളേഴ്സ് ഇതിലുണ്ട്. ഇതിൽ കളർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആക്ച്വലി അത് വളരുന്ന ആ ഒരു സോയിലാണ് അതിൻ്റെ ഒരു ഇതിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ റീസൺ ഇത് ഏത് കളറിലാവും എന്നുള്ള ഒരു റീസൺ അതിൻ്റെ സോയിലിൽ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ആസിഡിക് സോയിലാണെങ്കിൽ അത് ബ്ലൂ കളറിലെ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ബേസിക് സോയിലാണെങ്കിൽ പിങ്ക് അല്ലെങ്കിൽ റെഡ് കളറിലെ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇവിടെ ടർമറിക്കൊക്കെ ഇവിടെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാണല്ലോ. അതിൻ്റെ എക്സാമ്പിൾ എങ്ങനെയാണ് അത് ലിറ്റ്മസ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഇവിടെ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളില്ല. ഇനി ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. അതായത് ചില സബ്സ്റ്റൻസസ് ആസിഡിക് അല്ലെങ്കിൽ ബേസിക് മീഡിയത്തിലോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഓർഡർ, അതായത് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്മെല്ല് മാറും. അങ്ങനെ നമുക്ക് അതൊരു ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യാം. അതിനെയാണ് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ഇത് നോയ സയൻറ്റിസ്റ്റ് സെക്ഷനാണ്. ബേസിക്കലി ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേ, PC റേ എന്ന് ഷോർട്ടിൽ പറയും. PC റേ ആണ് ആര്? ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ കെമിസ്ട്രി എന്നറിയപ്പെടുന്നത്. ഓക്കെ, PC Ray is known as the father of modern Indian chemistry. He earned a doctorate in chemistry from UK and returned to India. He contributed towards advancing scientific research in India.
ഹി ഓൾസോ എസ്റ്റാബ്ലിഷ്ഡ് ഇന്ത്യാസ് ഫസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. ഇന്ത്യയുടെ ആദ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് PC Ray ആണ് കേട്ടോ. എ കമ്പനി ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻസ്, അതാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, അതൊക്കെ അറിയാമല്ലോ. 1901 പുള്ളിക്കാരൻ അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹി വാസ് എ പേഴ്സൺ റൂട്ടഡ് ഇൻ ഇന്ത്യൻ കൾച്ചർ ആൻഡ് നോളജ് ട്രഡീഷൻസ്. ത്രൂ ഹിസ് റൈറ്റിംഗ്സ് ഓൺ ഹിസ്റ്ററി ഓഫ് കെമിസ്ട്രി ഇൻ ഇന്ത്യ, ഹി ഹൈലൈറ്റഡ് ദ achievements and expertise of ancient Indian scientists to the modern world. Ray, a social reformer, also advocated the use of mother tongue as a medium of instruction in educational institutions. അപ്പോൾ ബേസിക്കലി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്ന് PC Ray അറിയപ്പെടും. ഓൾസോ ഇന്ത്യയുടെ ഫസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി 1901 പുള്ളിക്കാരൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, സിമ്പിൾ. ഇനി അടുത്ത നമുക്ക് വരുന്നത്, when solution of an acid is mixed with the solution of base in sufficient quantity, we find that the resulting solution is neither acid nor basic. അതായത് ഒരു ആസിഡ് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറേ ബേസ് കോരി ഒഴിക്കുകയാണ്. ഓക്കെ, ഒരു ആസിഡ് സൊല്യൂഷൻ നമ്മൾ കുറേ ബേസ് സൊല്യൂഷൻ ഒഴിക്കുകയാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയതായിട്ട് ഫോം ചെയ്ത ആ മിക്സ്ചറായിട്ടുള്ള സൊല്യൂഷനിൽ ആസിഡിക് പ്രോപ്പർട്ടിയും കാണില്ല, ബേസിക് പ്രോപ്പർട്ടിയും കാണില്ല. ഓക്കെ, അസിഡിക് പ്രോപ്പർട്ടിയും കാണില്ല, ബേസിക് പ്രോപ്പർട്ടിയും കാണില്ല, അത്രേ ഉള്ളൂ. ഈ റിയാക്ഷൻസിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷനിൽ എന്തൊക്കെ സംഭവിക്കും നമുക്ക് നോക്കാം. സോൾട്ടും വാട്ടറും പ്രൊഡ്യൂസ് ആവും. ഓക്കെ, അപ്പോൾ ഒരു ആസിഡ് എടുത്തു, ഒരു ബേസ് എടുത്തു, രണ്ടും കൂടെ മിക്സ് ചെയ്തു, ആഡ് ചെയ്തു, സിമ്പിൾ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സോൾട്ട്, വാട്ടർ, ഹീറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഇവിടെ ആൻഡ് ബൈറ്റ്സിൻ്റെ കാര്യമുണ്ട്. ഒരു ഉറുമ്പ് കടിക്കുമ്പോൾ എന്ത് പറ്റുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. വെൻ ആൻ ആൻഡ് ബൈറ്റ്സ് ഇറ്റ് ഇൻജെക്ട്സ് ആൻ acidic liquid into the skin. ഈ ആൻഡ് ബൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലോട്ട് ഇൻജെക്റ്റ് ആവുന്ന ആസിഡാണ് ഫോർമിക് ആസിഡ്. ഓക്കെ, ഫോർമിക് ആസിഡാണ്, ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, ആൻഡ് ബൈറ്റിൽ ഫോർമിക് ആസിഡാണ് വരുന്നത്. The effect of the acid can be neutralized by rubbing moist baking soda. അപ്പോൾ നമ്മൾ കുറച്ച് മോയിസ്റ്റായിട്ട് കുറച്ച് നനവുള്ള ബേക്കിംഗ് സോഡ എടുത്ത് ഈ ഉറുമ്പ് കടിച്ച സ്ഥലത്ത് നമ്മൾ ഇടുകയാണെങ്കിൽ ആ ഒരു ആസിഡിൻ്റെ എഫക്റ്റ് അവിടെ ന്യൂട്രലൈസ് ആയി പോകും. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ അതായത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ വഴി ആ ഒരു എഫക്റ്റ്, ആൻറ്റിബയോട്ടിൻ്റെ എഫക്റ്റ് അങ്ങ് പോയി കിട്ടും. ഓക്കെ, എന്താണ് യൂസ് ചെയ്യാനുള്ള? മോയിസ്റ്റ് ബേക്കിംഗ് സോഡ, കുറച്ച് നനവുള്ള ബേക്കിംഗ് സോഡ എടുത്താണ് യൂസ് ചെയ്യാനുള്ളത്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂടാ ഈ ചാപ്റ്റർ, ഇത്രയേ ഉള്ളൂ. വലുതായിട്ടൊന്നും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങളതൊന്ന് കാണുക. ഇതിൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടപ്പുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക്